തിരുവനന്തപുരം MLA ശ്രീ M. നൌഷാദ് അവരുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാൻ അവർകൾ ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒരിക്കൽ കൂടി മുഴുവൻ കായിക താരങ്ങളെയും കായിക പ്രേമികളെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പോർട്സ് ആക്ട് പ്രകാരം കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണൻ എന്ന ഞാൻ ഈ പദവിയിലൂടെ എന്നിൽ അർപ്പിതമാകുന്ന എല്ലാ ചുമതലകളും കർത്തവ്യങ്ങളും തികഞ്ഞ വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും കൂടി നിർവഹിക്കുമെന്നും എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നിഷ്പക്ഷതയും സത്യസന്ധതയും സുതാര്യതയും പുലർത്തുമെന്നും കേരളത്തിലെ കായിക മേഖലയുടെ സമഗ്ര പുരോഗതിക്കും വികസനത്തിനുമായി സദാ നിലകൊള്ളുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. കായിക രംഗത്തെ നീതി, സമഗ്രത, ജനാധിപത്യം, ബഹുസ്വരത, മതനിരപേക്ഷത തുടങ്ങിയ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ സദാ ബാധ്യസ്ഥനാണെന്നും കേരളത്തിലെ കായിക താരങ്ങളുടെയും പലിശരുടെയും കായിക സമൂഹത്തിൻ്റെയും സർവോത്മകമായ വളർച്ചയ്ക്ക് ഞാൻ സദാ കർമ്മനിരതനായിരിക്കുമെന്നും ഞാൻ പ്രവർത്തിക്കുന്ന ജില്ലയിലെയും കേരളത്തിൻ്റെയും കായിക മേഖലകളുടെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പൂർണ്ണമായും ആത്മസമർപ്പണത്തോടും കൂടി പ്രതിബദ്ധതയോടും കൂടി സേവനം ചെയ്യുമെന്നും ഇതിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രകാരം കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന AK ജോഹർ എന്ന ഞാൻ ഈ പദവിയിലൂടെ എന്നിൽ അർപ്പിതമായ എല്ലാ ചുമതലകളും കർത്തവ്യങ്ങളും തികഞ്ഞ വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും കൂടി നിർവഹിക്കുമെന്നും എൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തത്തിൽ ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന മുഴുവൻ ഉത്തരവാദിത്വങ്ങളിലും നിഷ്പക്ഷതയും സത്യസന്ധതയും സുതാര്യതയും പുലർത്തുമെന്നും കേരളത്തിലെ കായിക മേഖലയുടെ സമഗ്ര പുരോഗതിക്കും വികസനത്തിനുമായി സദാ നിലകൊള്ളുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. കായിക രംഗത്ത് നീതി, സമഗ്രത, ജനാധിപത്യം, ബഹുസ്വരത, മതനിരപേക്ഷത തുടങ്ങിയ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ സദാ ബാധ്യസ്ഥനാണെന്നും കേരളത്തിലെ കായിക താരങ്ങളുടെയും പരിശീലകരുടെയും കായിക സമൂഹത്തിൻ്റെയും സർവോത്തമമായ വളർച്ചയ്ക്കായി ഞാൻ സദാ കർമ്മനിരതനായിരിക്കുമെന്നും ഞാൻ പ്രവർത്തിക്കുന്ന ജില്ലയിലെയും കേരളത്തിൻ്റെയും കായിക മേഖലയുടെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പൂർണ്ണമായ ആത്മസമർപ്പണത്തോടും പ്രതിബദ്ധതയോടും കൂടി സേവനം ചെയ്യുമെന്നും ഇത് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. 2000 സ്പോർട്സ് ആക്ട് പ്രകാരം കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന S. പ്രദീപ് എന്ന ഞാൻ ഈ പദവിയിലൂടെ എന്നിൽ അർപ്പിതമാകുന്ന എല്ലാ ചുമതലകളും കർത്തവ്യങ്ങളും തികഞ്ഞ വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും കൂടി നിർവഹിക്കുമെന്നും എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന മുഴുവൻ ഉത്തരവാദിത്വങ്ങളിലും നിഷ്പക്ഷതയും സത്യസന്ധതയും സുതാര്യതയും പുലർത്തുമെന്നും കേരളത്തിലെ കായിക മേഖലയുടെ സമഗ്ര പുരോഗതിക്കും വികസനത്തിനുമായി സദാ നിലകൊള്ളുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. കായിക രംഗത്ത് നീതി, സമഗ്രത, ജനാധിപത്യം, ബഹുസ്വരത, മതനിരപേക്ഷത തുടങ്ങിയ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ സദാ ബാധ്യസ്ഥനാണെന്നും കേരളത്തിലെ കായിക താരങ്ങൾക്കും പരിശീലകരുടെയും കായിക സമൂഹത്തിൻ്റെയും സർവോന്മുഖമായ വളർച്ചയ്ക്കായി ഞാൻ സദാ കർമ്മനിരതനായിരിക്കുമെന്നും ഞാൻ പ്രവർത്തിക്കുന്ന ജില്ലയിലെയും കേരളത്തിൻ്റെയും കായിക മേഖലയുടെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പൂർണ്ണമായ ആത്മസമർപ്പണത്തോടും പ്രതിബദ്ധതയോടും കൂടി സേവനം ചെയ്യുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ചുമതലകളും കർത്തവ്യങ്ങളും തികഞ്ഞ വിശ്വസ്തയോടും ഉത്തരവാദിത്തോടും കൂടി നിർവഹിക്കുമെന്നും എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങളിലും നിഷ്പക്ഷതയും സത്യസന്ധതയും സുതാര്യതയും പുലർത്തുമെന്നും കേരളത്തിലെ കായിക മേഖലയുടെ സമഗ്ര പുരോഗതിക്കും വികസനത്തിനുമായി സദാ നിലകൊള്ളുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. കായിക രംഗത്ത് നീതി, സമഗ്രത, ജനാധിപത്യം, ബഹുസ്വരത, മതനിരപേക്ഷത തുടങ്ങിയ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ സദാ ബാധ്യസ്ഥനാണെന്നും കേരളത്തിലെ കായിക താരങ്ങളുടെയും പരിശീലകരുടെയും കായിക സമൂഹത്തിൻ്റെയും സർവോത്മകമായ വളർച്ചയ്ക്കായി ഞാൻ സദാ കർമ്മനിരതനായിരിക്കുമെന്നും ഞാൻ പ്രവർത്തിക്കുന്ന ജില്ലയിലെയും കേരളത്തിൻ്റെയും കായിക മേഖലയുടെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പൂർണ്ണമായ ആത്മസമർപ്പണത്തോടും പ്രതിബദ്ധതയോടും കൂടി സേവനം ചെയ്യുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. 68 ഗ്രാമപഞ്ചായത്തുകൾക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നൽകുന്ന സ്പോർട്സ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം.
പിന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൻ്റെ പ്രിയങ്കരനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൽ റഹ്മാൻ, അദ്ദേഹം ട്രാക്ക് ഉദ്ഘാടനം ചെയ്യാൻ ട്രാക്കിലേക്ക് നടക്കുമ്പോൾ എന്നോട് പറഞ്ഞത് കേരളത്തിലെ 26ാമത്തെ സിന്തറ്റിക് ട്രാക്കിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൻ്റെ കായിക മേഖലയിൽ എന്തെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ 5 വർഷമല്ല, തുടർച്ചയാണല്ലോ, അപ്പോൾ 10 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ളത്. നമുക്കെല്ലാം അഭിമാനിക്കാം. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി, അതിനു മുൻപ് കായിക വകുപ്പ് കൈകാര്യം ചെയ്ത ശ്രീ ഇ.പി. ജയരാജൻ, ഈ 2 മന്ത്രിമാർ ചേർന്ന് 973 കായിക പ്രതിഭകൾക്കാണ് സംസ്ഥാന സർക്കാർ ജോലി നൽകിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു സംസ്ഥാനം, കേരളം പോലുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും ആശ്വാസം പകരുന്ന സർക്കാർ, വികസന മേഖലയിൽ ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പുതിയ തലമുറയെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കേരളത്തിൽ തന്നെ സംരക്ഷിച്ച് അവർക്ക് തൊഴിലും നല്ല വരുമാനവും കൊടുക്കുവാനുള്ള നവകേരള കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് ഒരു വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുന്ന പിണറായി സർക്കാർ, സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ഇവിടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ രാധാകൃഷ്ണൻ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. ബഡ്ബി ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1-2 കാര്യങ്ങളും കൂടെ ഇവിടെ ചെയ്യാനുണ്ട് സാർ, കേട്ടോ. ഈ പ്രാക്ടീസ് കോർട്ടിൻ്റെ കാര്യമുണ്ട്, അതെല്ലാം എസ്റ്റിമേറ്റൊക്കെ ആയിട്ടുണ്ട്. അതിലും കൂടി താല്പര്യം ഉൾപ്പെടെയുള്ള ടീം ഞങ്ങൾക്കൊപ്പം, ഞങ്ങൾക്ക് എല്ലാ കരുത്തും പകർന്നു തന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനമുണ്ട്. നമുക്ക് അത് ഉദ്ഘാടനം നടത്താൻ കഴിയാതെ പോയതിൻ്റെ കാരണവും ഇവിടെ പറഞ്ഞു. അത് പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനം മതി എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ആ ഉദ്ഘാടനം നീണ്ടുപോകുന്നത്. ആ ഫ്ലോർ ഒഴിച്ചുള്ള എല്ലാ പണികളും നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെത് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ ജില്ലാ സ്റ്റേഡിയം, ജില്ലയ്ക്ക് ഒരു സ്റ്റേഡിയമാണ്. ജില്ലയ്ക്ക് ഒരു സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ പട്ടണത്തിൻ്റെ നടുക്ക് തന്നെ വേണമെന്ന് ഇല്ല, ജില്ലയുടെ ഏത് ഭാഗത്തേക്കും അത് പോകാം. അപ്പോൾ ആ സന്ദർഭത്തിൽ അത് കൃത്യമായി നമ്മളുടെ കണ്ടോൺമെൻറ് മൈതാനത്ത് തന്നെ, അപ്പോൾ അത് അനുവദിപ്പിച്ച് എടുക്കുന്നതിനും അതിൻ്റെ അനുമതികൾ ലഭിക്കുന്നതിനും ഇപ്പോൾ കോർപ്പറേഷൻ്റെ നടത്തിപ്പ് അവകാശം കോർപ്പറേഷനാണ്, പിന്നെ കൗൺസിലിൻ്റെ അംഗീകാരവും മറ്റുമൊക്കെ വാങ്ങിച്ചെടുത്തിട്ടാണ് നമുക്കത് സാധ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ ഇ.പി. ജയരാജൻ അവരുടെ പ്രത്യേക താല്പര്യവും കൂടെ ഉണ്ടായത് കൊണ്ടാണ് കൊല്ലത്ത് കണ്ടോൺമെൻറ് മൈതാനിയിലേക്ക് തന്നെ ആ ഇൻഡോർ സ്റ്റേഡിയം എത്തിയത്. അപ്പോൾ ഇത് തുടർച്ചയാണത്. ഇപ്പോഴും നമുക്കത് കഴിഞ്ഞ അദ്ദേഹമാണ് അതിന് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ഇവിടെ ഈ പ്രശ്നമുണ്ടായത് കൊണ്ടാണ്. മേപ്പിൾവുഡിൻ്റെ ആ ഫ്ലോറിങ്ങിൻ്റെ ഉള്ള സാധനം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ലഭ്യമാകുന്നതിനുള്ള കാലതാമസമാണ്, അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണമാണ് അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയാത്തത്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാണ്, ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ സിന്തറ്റിക് ട്രാക്ക്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിന്തറ്റിക് ട്രാക്ക്, ചേഞ്ചിങ് റൂം ഒക്കെ തന്നെ അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടില്ലേ, ഒരേ സമയം 12 കോർട്ട് സെറ്റ് ചെയ്ത് കളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. 70 മീറ്റർ നീളവും 80 മീറ്റർ 58 മീറ്റർ വീതിയുമാണ്.
2500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഗാലറിയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മേപ്പിൾ വുഡും കൂടെ ഒന്ന് ലഭ്യമായാൽ നമുക്കത് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയും. എന്തായാലും പിന്നെ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് പ്രായോഗികമല്ല. 4-5 ദിവസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനേ കഴിയത്തില്ല. അപ്പോൾ സ്പോർട്സ് മേഖലയ്ക്ക് ഇവിടെ മാത്രമല്ല, ഇവിടെ പറഞ്ഞല്ലോ 26ാമത്തെ സിന്തറ്റിക് ട്രാക്കാണ്. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തിലും സ്റ്റേഡിയം, എല്ലാ പഞ്ചായത്തുകൾക്കും സ്റ്റേഡിയം. അതിൽ 50-50 MLA-മാർ 50 ലക്ഷം കൊടുക്കണം. നമ്മളും കൊടുത്തിട്ടുണ്ട് 50 ലക്ഷം വയനാട് പഞ്ചായത്തിൽ. അപ്പോൾ സ്പോർട്സ് വകുപ്പിൻ്റെ 50 ലക്ഷവും. അപ്പോൾ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും സ്റ്റേഡിയം. അത് ആ സമയത്ത് അദ്ദേഹത്തിന് വാങ്ങാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ആ ജോലി 1 മാസത്തിനകം പൂർത്തിയാക്കാമെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട കോൺട്രാക്ടർ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ M. നൗഷാദ്, അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ എക്സാനസ്റ്റ്, വേദിയിലുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അത്ലറ്റ്സിൽ ലോകമറിയുന്ന നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ ഒരു നാടാണ് കൊല്ലം. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മളെന്നും ഓർക്കുന്ന ഒരാളാണ് ഒളിമ്പ്യൻ സുരേഷ് ബാബു. അതൊരു ഇതിഹാസ താരമായി തന്നെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ ഒരു കായിക താരമാണ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ ഒരു മൾട്ടി കോംപ്ലക്സ് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റേഡിയത്തിന് ഉണ്ടാവണമെന്ന് സർക്കാർ തീരുമാനിച്ചത്. ഇന്ന് ഏറ്റവും ബഹുമാന്യനായ ഒളിമ്പ്യൻ സുരേഷ് ബാബു എന്ന ഇതിഹാസ താരത്തിൻ്റെ പേരാണ് നമ്മൾ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലും നമ്മൾ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ പണിയുന്നുണ്ട്. സ്പോർട്സ് കോംപ്ലക്സുകളാണ്, വലുതാണ്. അതിൽ ഫുട്ബോൾ ടർഫുകളുണ്ട്, സിന്തറ്റിക് ട്രാക്കുകളുണ്ട്, സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 10 കോർട്ടുകളെങ്കിലും ഓരോ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉണ്ട്. ആ രീതിയിലാണ് അതിനെ പണിതിട്ടുള്ളത്. അവിടെ എല്ലാം തന്നെ നമ്മൾ കായിക താരങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തൃശ്ശൂരിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പേര് IM വിജയൻ എന്നാണ്. ഇന്നലെ ഇടുക്കിയിൽ ഇൻഡോർ സ്റ്റേഡിയം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. തോമസ് മാഷിൻ്റെ പേരാണ് അവിടെ നമ്മൾ നൽകിയത്. വയനാടിൽ ഓംകാരനാഥൻ, ഇപ്പോൾ കാസർഗോഡ് MRC. അങ്ങനെ ഓരോ കായിക താരത്തിൻ്റെയും അവർ ഈ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള അവരുടെ വിയർപ്പ് അത് ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അത്തരത്തിൽ പേര് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ജില്ലാ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പേര് വരുമ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ള നിരവധി നേട്ടങ്ങൾ അത് ഈ കൊല്ലത്തുകാരോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. 45 കോടി രൂപയാണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി ഇപ്പോൾ ചെലവഴിക്കുന്നത്. അതിൻ്റെ 1ാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചു. അതിൽ ഈ സിന്തറ്റിക് ട്രാക്കിൻ്റെ ഒരു പ്രത്യേകത, സംസ്ഥാനത്ത് 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 2 സിന്തറ്റിക് ട്രാക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 10 വർഷത്തിനുള്ളിൽ 26ാമത്തെ സിന്തറ്റിക് ട്രാക്കിൻ്റെ ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി 4 സിന്തറ്റിക് ട്രാക്കുകളുടെ നിർമ്മാണം നമ്മൾ ഈ മാർച്ച് അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയും.